ഹായ് കറക്റ്റ് സമയത്ത് കയ്യിൽ കിട്ടിയിട്ടും ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ലേറ്റായി. ഇത് എനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ട ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രിയപ്പെട്ട ഒരു സ്റ്റോറി പോലെ ഞാനിത് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഓണക്കോടിയുടെ സ്റ്റോറിയാണിത്. ഈ ഒരു സർപ്രൈസ് എനിക്ക് സെറ്റാക്കിയത് എൻ്റെ പ്രിയപ്പെട്ട ഒരാളാണ്, എൻ്റെ ഹസ്ബൻഡ്. ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ആളില്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം ഡ്രസ്സൊന്നും എടുക്കുന്നില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മൾ ഓൺലൈനിൽ നിന്ന് ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഡ്രസ്സ് എടുക്കലുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഓണവും വിഷുവൊക്കെ വരണം പുതിയ ഡ്രസ്സ് കിട്ടാനായിട്ട്. ഇപ്പോൾ നമ്മൾ എന്ത് ഒക്കേഷൻ ഉണ്ടെങ്കിലും ഓൺലൈനിൽ നിന്നായിട്ടോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ടോ ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കാറുണ്ട്. പിന്നെ 2 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ തൊട്ടേ നമുക്കൊരു ജോലി ആവുന്നവരൊക്കെ നമ്മുടെ പാരൻസിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. നമ്മുടെ പാരൻസ് അവർക്ക് എടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ അവർക്ക് വില കുറവിൻ്റെ എടുത്തിട്ട് നമുക്ക് നല്ല രീതിക്ക് അവരെ കൊണ്ട് പറ്റുന്ന പോലെ ഡ്രസ്സും ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ അവർക്ക് ഡ്രസ്സൊക്കെ ഇങ്ങനെ മേടിച്ച് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ പാരൻസിനും ഞങ്ങൾ 2 പേരും കൂടെ പാരൻസിനൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാനങ്ങനെ കാര്യമായിട്ട് ഡ്രസ്സൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ട് ഈ ഒരു ഓണക്കോടി എനിക്ക് സെറ്റാക്കി തന്നത്. 2 ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുക്കണം, അതിൽ എന്തായാലും ഒരു സാരി വേണമെന്നാണ് ആൾ പറഞ്ഞത്. അങ്ങനെ സിസ്റ്ററും സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും കൂടെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി സിസ്റ്ററിനെ ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അവരെ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ 2 പേരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാത്തൂനെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ കിട്ടിയ ഒരു സന്തോഷത്തിൽ ഞാൻ 1-2 കടയൊക്കെ കയറി ഇറങ്ങി. അങ്ങനെ കുർത്തി കിട്ടിയത് ട്രെൻഡ്സിൽ നിന്നായിരുന്നു. ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നാത്തൂന് ഞങ്ങൾ വേറെയും സാരികൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറൊരു സാരിയാണ് ആദ്യം എടുത്തത്. പിന്നെ എല്ലാവരും കൂടി സർപ്രൈസ് പൊളിച്ചപ്പോൾ ഞാൻ വന്നിട്ട് ഈ ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ സാരി എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു ബോട്ടിൽ ഗ്രീൻ കളറ്. അപ്പോൾ ഈ ഒരു സാരി എടുക്കാറുള്ളൊരു ഒക്കേഷൻ തപ്പി നടക്കുകയാണ് ഞാൻ. അതുപോലെ കുർത്തി ഒരു ഒക്കേഷൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഒക്കേഷൻ വീഡിയോ ഞാൻ ഇതിൽ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കിടിലൻ സർപ്രൈസ് സെറ്റാക്കിയിട്ടുള്ള എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ അളിയനും പെങ്ങൾക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.